നമ്മുടെ ചാനലിൽ ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടിപൊളി ഒരു ഐലൈനർ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഒരു സൂപ്പർ പ്രോഡക്റ്റാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊന്നുമല്ല, സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹോളോഗ്രാഫിക് ഐലൈനറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂലി ലോഞ്ച് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് മാർക്കറ്റിൽ ഒരു 6 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 4 ഷെയ്ഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കവർ തന്നെ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു പാക്കേജിങ് ആണ്. നല്ല രസമാണ് കേട്ടോ. ആ ഒരു ഹോളോഗ്രാഫിക് എന്ന് പറയുന്ന ആ ഒരു ഡ്യുവൽ ടോൺ ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആണ്. ഞാൻ ആ ബോക്സ് ഓപ്പൺ ചെയ്തു എന്നല്ലാതെ ഇത് തുറന്നിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കളർ പിഗ്മെൻറ്റ് എങ്ങനെയാണെന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളോടൊപ്പം ചേർന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കളറാണ്. ഇത് വന്നിട്ട് ഷെയ്ഡ് നമ്പർ 4 നെബുല എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനിതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം. ഇത് വന്നിട്ട് 449 റുപ്പീസാണ് ഈ ഒരു സിംഗിൾ പീസിന് വരുന്നത്. പ്രൈസ് വൈസ് കുറച്ച് ഹയർ ആണ്, കാരണം പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം ചെറുതാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വന്നിട്ട് 0.2 ഗ്രാം ഓഫ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റ് ഈ പറയുന്ന പോലെ ഹൈ ആണ്. അപ്പോൾ ഞാനിത് അമേസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. ഡിസ്കൗണ്ട് കഴിഞ്ഞ് എനിക്ക് 300 സംതിങ്ങിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പീസിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്പർ 4 നെബുല എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പാക്കേജിങ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാവ്, സൂപ്പർ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, പെൻ ഫോമിലുള്ളൊരു ഐലൈനറാണ്. ഇത് കണ്ടോ, നല്ലൊരു ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാമോ എന്നെനിക്കറിയില്ല. ഒരു ഹോളോഗ്രാഫിക് എഫക്റ്റ് ഈ ഒരു പെന്നിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ കവറിങ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മൾ കവറിങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു കളർ കാര്യങ്ങളൊക്കെ. ക്യാമറ എത്രത്തോളം ഇതിനോട് ജസ്റ്റിസ് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ആ ഒരു പെന്നിൻ്റെ ബ്യൂട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ഒരു റിട്രാക്റ്റബിൾ പെൻ കൈൻഡ് ഓഫ് ഐലൈനറാണ്. അപ്പോൾ ഇതിൽ നമുക്കിത് ഇതുപോലെ വാവ്, സൂപ്പർ കണ്ടോ, ഇതുപോലെ റിട്രാക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. മൊത്തത്തിൽ ഇത്രയും എമൗണ്ട് ഓഫ് പ്രോഡക്റ്റാണ് നമുക്കിതിലുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതേ കണ്ടോ, ഇതാണ് 04 നെബുല എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രോഡക്റ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിന് ഉള്ള പോലത്തുള്ള പ്രോഡക്റ്റ് ഇതില്ല. ബട്ട് സ്റ്റിൽ ഇത് കണ്ടപ്പോൾ എനിക്കത് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല. ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര നല്ലൊരു ലുക്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ഗ്രാഫിക് ഐലൈനേഴ്സൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് കാണാം ഞാൻ വിചാരിക്കുന്നു. ഒരു എന്താ പറയുക, ഒരു ഡ്യുവൽ ഷെയ്ഡ്, ഒരു ഗോൾഡ് പ്ലസ് ഗ്രീൻ പ്ലസ് ബ്ലൂ, ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം അത് ക്യാമറയിൽ വിസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. ക്യാമറയിൽ വന്നിട്ട് കുറച്ച് എന്താ പറയുക, ആ ഒരു ഹോളോഗ്രാഫിക് ആ ഒരു എഫക്റ്റ് വന്നിട്ട് നല്ല രീതിക്ക് അറിയുന്നില്ല, കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ. നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു കളറ് നല്ല രീതിക്ക് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ലൊരു നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐ ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണിത്, നെബുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് 03 സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പിഗ്മെൻറ്റേഷനും അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതും കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്കിഷ് കൈൻഡ് ഓഫ് ഇതിലാണ് ആ ഒരു പെൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കളറിലായിരിക്കണം നമ്മുടെ ഈ ഒരു ഇതിൻ്റെ പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്
ഇത് നമുക്ക് തുറക്കുമ്പോൾ ഏകദേശം ആ ഒരു നെബുല ഷെയ്ഡിൻ്റെ ആ ഒരു പിഗ്മെൻറ്റ് പോലെയാണ് തോന്നുന്നത്. ബട്ട് നമുക്കൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പിഗ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഈ സ്റ്റാർ ഡസ്റ്റ്, ഓ സൂപ്പർ സൂപ്പർ. ഇത് വന്നിട്ട് ഒരു ഗ്രീനിഷ് കൈൻഡ് ഓഫ്, ഇതാണ് എത്രത്തോളം ക്ലിയർ ആവുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ഗ്രീനിഷ് കൈൻഡ് ഓഫ് ഹോളോഗ്രാഫിക് എഫക്റ്റാണ് കൊടുക്കുന്നത്. ഒരു ഗ്രീൻ പ്ലസ് ഗോൾഡ് കണ്ടോ. താഴെ രണ്ടാമത് ഞാൻ വരച്ചിരിക്കുന്നതാണ് കേട്ടോ, രണ്ടാമത് സ്വാച്ച് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു ഷെയ്ഡാണ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്കിപ്പോൾ തന്നെ ഇതുകൊണ്ട് എനിക്ക് പല രീതിയിലുള്ള ഒരു എന്താ പറയുക ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് 06 കളേർഡ് എർത്ത് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു എർത്ത്, അത് ആ റിലേറ്റഡ് ആയിട്ട് ഒരു ഗ്രീൻ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു എഫക്റ്റാണ് ഇതിൻ്റെ പെന്നിൻ്റെ ഔട്ട്സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബ്ലൂ കൈൻഡ് ഓഫ് എഫക്റ്റാണ് നമുക്ക് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അതും ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. വാവ്, ഇത് വന്നിട്ട് ഒരു റോയൽ ബ്ലൂ, പീകോക്ക് ബ്ലൂക്സ് കൈൻഡ് ഓഫ് എഫക്റ്റ് കളറാണ്. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്കിപ്പോൾ ഈ സ്വാച്ച് ചെയ്ത 3 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. ജസ്റ്റ് ഒരു സ്വാച്ചിൽ തന്നെ എനിക്ക് നല്ല പിഗ്മെൻറ്റ് അതിൽ കാണാൻ പറ്റി. കണ്ടോ, ഒരു റോയൽ പീകോക്ക് ബ്ലൂ ഗ്രീൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൽ ഇപ്പോൾ ഒരു ഷെയ്ഡ് കൂടി ഉണ്ട് നമ്മൾ വാങ്ങിയതിൽ. ഇതുവരെ എനിക്ക് ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത ഷെയ്ഡ്, നമ്മുടെ ഷെയ്ഡ് 6 കളേർഡ് എർത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് നമ്പർ 1 മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഏകദേശം ഒരു ബ്ലൂ ഒരു കൈൻഡ് ഓഫ് എഫക്റ്റാണ് ഇതിൻ്റെ പെന്നിൽ. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു കളർ പിഗ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതൊരു പേർപ്പിൾ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇത് നമുക്ക് തരുന്നത്. കണ്ടോ, ഭയങ്കര ഒരു പേർപ്പിളിഷ് പിങ്കിഷ് കൈൻഡ് ഓഫ് എഫക്റ്റാണ് തരുന്നത്. നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതും അത്യാവശ്യം നമുക്ക് നല്ല ഗ്രാഫിക് ലൈറ്റേഴ്സൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡും ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഈ ഒരു തേർഡ് വൺ, ഈ ഫോർത്ത് വൺ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നല്ല ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇത് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഐ ഷാഡോ, ഒരു ക്രീമി ഐ ഷാഡോ കൈൻഡ് ഓഫ് രീതിയിൽ കൊടുക്കാനൊക്കെ പറ്റും. നല്ലൊരു എന്താ പറയുക നല്ല ഷെയ്ഡ്സാണ് കേട്ടോ 4 ഞാൻ വാങ്ങിയത്. ഇത് കൂടാതെ തന്നെ വേറെ 2 ഷെയ്ഡ്സ് കൂടി ഉണ്ട്. അത് ഞാൻ വാങ്ങിയിട്ടില്ല. അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആമസോണിൽ അതുപോലെ തന്നെ സ്വിസ് ബ്യൂട്ടിയുടെ സൈറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 ഷെയ്ഡ്സാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കേട്ടോ, നല്ല ബ്യൂട്ടിഫുള്ളി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് നല്ല വെറൈറ്റി ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഒരു സിമ്പിൾ ഐ ലൈനർ ആയാൽ തന്നെയും നമുക്ക് നമ്മുടെ ആ ഒരു ഐസിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ പോകുന്ന രീതിക്കുള്ള ലുക്ക് കൊടുക്കാൻ പറ്റുന്ന കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ്സൊക്കെ ഉപയോഗിച്ച് വ്യത്യസ്തമായ ഐ ലുക്സ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും മിസ്സാകാതെ കാണാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.